हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. അപ്പോൾ ഇന്ന് നമ്മൾ 41-42 ശ്ലോകം വായിക്കണു. ഉത്ഭവക്ഷോഭണോ ദേവ ശ്രീഗർഭ പരമേശ്വര കരണം കാരണം കർത്ത വികർത്താ ഗഹനോ ഗുഹ വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാനസ്ഥാനതോ ധ്രുവ പരർദ്ധഃ പരമഃ പുഷ്ട സ്തുഷ്ട പുഷ്ട ശുഭേക്ഷണ. ഇന്നത്തെ നാമം 379 നാമം കാരണം. ഇന്നലെ നമ്മൾ കരണം എന്ന് കണ്ടു. ഇന്ന് കാരണം. കാരണം മീൻസ് ഹേതു. ഒരു സൃഷ്ടിയുടെ അടിസ്ഥാന വസ്തുവാണ് കരണം. ഇന്നലെ കണ്ട കരണം, അടിസ്ഥാന വസ്തു, ബേസിക് മെറ്റീരിയൽ, ഒഴിച്ചുകൂടാനാവാത്ത ഘടകം, ഉപാദാന കാരണം എന്നർത്ഥം. ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ മണ്ണ്, സ്വർണം ഇതൊക്കെയാണ്. അപ്പോൾ ഇനി ഞാൻ ആവർത്തിച്ചാൽ നിങ്ങൾ എന്നെ തല്ലാൻ വരും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. അതിനെയാണ് കരണം എന്ന് പറയുന്നത്. ഇതിനൊക്കെയാണ് കരണം എന്ന് പറയുന്നത്. ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു വസ്തു, ഒരു സൃഷ്ടിക്ക് വേണ്ടി ഒഴിച്ചുകൂടാൻ വയ്യാത്ത പദാർത്ഥങ്ങളാണ്. അതില്ലെങ്കിൽ പറ്റില്ല എന്നർത്ഥം. അതിനെയാണ് കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടത് സൃഷ്ടിയുടെ കരണം ഭഗവാനാണ്. ഇന്ന് നമ്മളിവിടെ ഇന്ന് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് കാരണം. ഇന്നലെ കണ്ടത് വെറും ഒരു എന്താ പറയുക, ഉപാധിയായിട്ടല്ല ഭഗവാന്റെ പ്രവർത്തനം. ബേസിക്കായിട്ടുള്ള ആവശ്യത്തിനുള്ള സാധനമാണ് ഭഗവാൻ, അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു. കാരണം എന്ന് നമ്മൾ കണ്ടു. ഇന്നിവിടെ കാണുന്നത് കാരണമാണ്. അപ്പോൾ ഒരു സാധനം സൃഷ്ടിക്കാൻ മുഖ്യ കാരണമായ കാരണം കൂടാതെ വേറെയും പല സഹായ വസ്തുക്കൾ, അതായത് ആൻസിലറി ഇൻപുട്സ് എന്നൊക്കെ പറയും നമ്മൾ, അത് അത്യാവശ്യമാണ്. അത്യാവശ്യമല്ല, ആവശ്യമാണ്. ആൻസിലറി ഇൻപുട്സ്. കാരണം അത്യാവശ്യം, അത് ഇന്നലെ നമ്മൾ കണ്ടു. ഇനി അത്യാവശ്യമല്ലാതെ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കാരണം ആ സൃഷ്ടി കുറേ കൂടി നന്നാവും അതുണ്ടെങ്കിൽ. അതില്ലെങ്കിലും അങ്ങനെയൊക്കെ സൃഷ്ടിക്കാം, പക്ഷേ എങ്കിലും ഒരു പൂർണ്ണത വരില്ല. അതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഫോർ എക്സാമ്പിൾ ചക്രം, ദണ്ഡം, വെള്ളം, കൂടസ്ഥം, പിന്നെ തട്ടാൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ പോക്കോഴൽ, കണൽ, ഉമി, ഇതൊക്കെ ഇൻസിഡൻ്റലാണ്, നിമിത്ത കാരണങ്ങളാണ്, മുഖ്യ കാരണമല്ല. അതൊക്കെ നിമിത്ത കാരണങ്ങളാണ്. ഇറ്റ്സ് ഓൾ ഇൻസ്ട്രുമെൻ്റ്, ആൻസിലറി. അങ്ങനെയുണ്ട് കുറേ കാരണങ്ങൾ സൃഷ്ടിക്കല്ലേ. കാരണം മുഖ്യ കാരണം, ഉപാദാന കാരണം. കാരണം നിമിത്ത കാരണങ്ങൾ, നിമിത്തമായിട്ടുള്ള കാരണങ്ങൾ, ആൻസിലറി കാരണങ്ങൾ.
അപ്പോൾ മുഖ്യ കാരണം ഒന്ന്, നിമിത്ത കാരണം ഒന്ന്. അപ്പം ജഗത്തിൻ്റെ സൃഷ്ടിക്ക് മുഖ്യ കാരണം ഭഗവാനാണെന്ന് നമ്മൾ പറഞ്ഞു. അത് കൂടാതെ അതിന് യാതൊരു സംശയവുമില്ല. എന്നാലും വിശ്വം മാനിഫെസ്റ്റ് ചെയ്യാൻ ഭഗവാൻ വിശ്വത്തിനെ ദൃശ്യമാക്കാൻ, ഇൻ അതർ വേർഡ്സ് വിശ്വത്തിൻ്റെ സൃഷ്ടി നടത്താനായിട്ട്, ടു മാനിഫെസ്റ്റ് ദ ജഗത്ത്, വേറെ കുറേ ആൻസിലറി സാധനങ്ങൾ വേണം. കാരണം കൂടാതെ കുറച്ച് കാരണങ്ങളും വേണം. അതേതൊക്കെയാണ്? മായ, കാലം, ടൈം, സ്പേസ്, ജീവാത്മാക്കൾ അല്ലേ, അവരുടെ സ്ഥൂലമായിട്ടുള്ള ശരീരങ്ങൾ വേണ്ടേ, അവരുടെ വാസനകൾ വേണ്ടേ, അതല്ലേ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. ആ വാസനകളെ പ്രകടിപ്പിക്കാനായിട്ട് ശരീരങ്ങൾ എടുക്കണ്ടേ. അപ്പോൾ ആ ശരീരങ്ങളെ, പുതുതായിട്ടുള്ള ശരീരങ്ങളെ സൃഷ്ടിക്കാനായിട്ട് പഞ്ചഭൂതങ്ങൾ വേണ്ടേ. ഇതൊക്കെ ആവശ്യം തന്നെയല്ലേ. അപ്പോൾ ഇതൊക്കെ നിമിത്ത കാരണങ്ങളാണ്. ഇന്നില്ലെങ്കിലും സൃഷ്ടി ഒരുവിധമൊക്കെ നടക്കും. പക്ഷേ എങ്കിലും വിചാരിച്ച പോലെ അങ്ങോട്ട് പരിപൂർണമാവില്ല. ഭഗവാനും പിന്നെ പരിപൂർണമല്ലാത്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങോട്ട് സദാ പരിപൂർണനല്ലേ. അപ്പോൾ ചെയ്യുന്നതും പരിപൂർണ തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആൻസിലറി ഇൻപുട്സിനെയും മുഖ്യ കാരണമല്ലാത്ത മറ്റുള്ളതിനെക്കാട്ടിലെല്ലാം കൂടി കൂട്ടിയ ഒരു പേരാണ് വേദാന്തത്തിൽ നമ്മൾ കാരണം എന്ന് പറയാം. അപ്പോൾ മുഖ്യ കാരണത്തെയും മുഖ്യമല്ലാത്ത മറ്റ് കാരണത്തെയും രണ്ടായി തിരിച്ച് ഒഴിച്ചുകൂടാൻ വയ്യാത്തതിനെ കാരണമെന്നും ആൻസിലറി ആയിട്ടുള്ളതിനെ, നിമിത്തമായിട്ടുള്ളതിനെയൊക്കെ കാരണമെന്നും പറയുന്നു. ഈ എല്ലാ കാരണവും, കാരണം ഭഗവാൻ തന്നെയാണ് സംഭവിച്ചു. ഈ എല്ലാ എന്താ പറയുക, നിമിത്തമായിട്ടുള്ള മറ്റുള്ള എല്ലാ കാരണങ്ങളും ഭഗവാനിൽ നിന്ന് വന്നത് തന്നെയല്ലേ. അതും ഭഗവാനിൽ വന്നത് തന്നെയല്ലേ. എല്ലാ കാരണങ്ങളും, നിമിത്ത കാരണങ്ങളെല്ലാം ഭഗവാനിൽ നിന്ന് വന്നതല്ലേ. ഇൻഫാക്ട് ഭഗവാനിൽ നിന്ന് വന്നതല്ല, അത് ഭഗവാൻ തന്നെയല്ലേ. മായ ഭഗവാനല്ലേ. കാലം, കാലോസ്മി ഭഗവാനല്ലേ. സൂക്ഷ്മവസ്തുവായ ശരീര ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ, പഞ്ചഭൂതങ്ങൾ, ഇതൊക്കെ ഭഗവാൻ തന്നെയല്ലേ. ഈ ശരീരം തന്നെ നമ്മളുടെ പഞ്ചഭൂത നിർമ്മിതങ്ങളല്ലേ. പഞ്ചഭൂതങ്ങളുടെ ഒരു എന്താ പറയുക, what do you call that, സംഗ്രാമല്ലേ. അല്ലേ ശരീരം. അപ്പോൾ അതെല്ലാം ഭഗവാൻ ഉണ്ടാക്കിയിട്ടുള്ള സൃഷ്ടികൾ തന്നെയാണ്. അപ്പോൾ ഉപാദാന കാരണം മാത്രമല്ല, മുഖ്യ കാരണം മാത്രമല്ല, നിമിത്ത കാരണങ്ങളും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് കാരണം മാത്രമല്ല, എൻ്റെ അടുത്ത് തന്നെ ഉടനെ പറഞ്ഞു കാരണം, അതും ഭഗവാൻ. ഇനിയിപ്പോൾ ഇതൊന്നും ഭഗവാനല്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട എന്നാണ് വെച്ചിട്ടാണ് ഭീഷ്മർ പറയാൻ കാരണം. കാരണം എല്ലാ ആൻസിലറി കാര്യങ്ങളും, എല്ലാ ആൻസിലറി കാരണങ്ങളും ഭഗവാൻ തന്നെയല്ലേ. എന്താ അത്ര സംശയമില്ല. നമ്മുടെ ഈ ശരീരം നോക്കൂ. ഈ ശരീരം എന്തിൻ്റെ അംശ? പഞ്ചഭൂതങ്ങളുടെ സംഗ്രാമല്ലേ ഈ ശരീരം. പഞ്ചഭൂതങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു ശരീരമല്ലേ ഇത്. പഞ്ചഭൂതങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഈ ശരീരം എവിടെ ഉണ്ടാവുക? ഈ ജീവൻ മൃത്യു വരിച്ചാൽ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ജീവൻ മൃത്യു വരിച്ചാൽ ആ ശരീരം പിന്നെന്തായി? ഡിസ്ഇൻറ്റഗ്രേറ്റഡ് ആവും അല്ലേ. ഇതിൻ്റെ ഘടനയൊക്കെ മാറും. അതായത് ഇതുവരെ ഇൻറ്റഗ്രേറ്റഡ് ആയിരുന്നു. അല്ലേ. ഒരു ചിട്ട ഉണ്ടായിരുന്നു, ഒരു കെട്ടുറപ്പുണ്ടായിരുന്നു. കെട്ടുറപ്പ്, യെസ്, അതാണ് വാക്ക്. ഈ ശരീരത്തിന് കെട്ടുറപ്പുണ്ടായിരുന്നു. അപ്പോൾ ജീവൻ ശരീരം വിട്ടു പോയി കഴിഞ്ഞാൽ ഈ കെട്ടായി. എന്തുകൊണ്ടായിരുന്നു ഇതിനെ കെട്ടി ഒരു കെട്ടുറപ്പോട് കൂടി നിർത്തിയിരുന്നത്? ഈ 5 ഭൂതങ്ങളെ നമ്മളുടെ ഉള്ളിൽ, 5 ഭൂതങ്ങളുടെ അംശവും നമ്മളുടെ ഉള്ളിൽ ഒരു കെട്ടുറപ്പോട് കൂടി നിർത്തിയിരുന്നത് എന്തായിരുന്നു? പ്രാണനല്ലേ. ആ പ്രാണൻ പോയി കഴിഞ്ഞാൽ ഈ കെട്ടൊന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഗെറ്റ്സ് ഡിസ്ഇൻറ്റഗ്രേറ്റഡ്, ഡിസിപ്പേറ്റഡ് അല്ല, ഡിസ്ഇൻറ്റഗ്രേറ്റഡ്. ഒറ്റ കെട്ടായിട്ട് പഞ്ചഭൂതങ്ങൾ നിന്നിരുന്നത്
മറ്റാൾ ആഫീസിൽ നിന്ന് പോയി എന്ന് അറിഞ്ഞാൽ അഞ്ചാളുടെ വഴിക്ക് പോകും. ഈ 5 പ്രാണന് 5 വഴിക്ക് പോകും. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാട്ടോ, ബോസ് പോയി, ഞാൻ പോവാ. ഇനി പ്രാണം പോയി കഴിഞ്ഞാൽ, സത്ത് പോയാൽ, എസൻസ് പോയാൽ പിന്നെന്താ ഇവിടെ ബാക്കിയുള്ളത്? അതുകൊണ്ട് അന്ന് നോക്കൂ, നമ്മളുടെ ശരീരം എങ്ങനെയാണ് ഡിസിൻറ്റിഗ്രേറ്റഡ് ആവണമെന്ന് നമുക്കറിയാൻ പറ്റില്ല, ദൈവം സഹായിച്ചിട്ട്. മറ്റുള്ളവരുടെ ശരീരം ഒന്ന് നോക്കൂ, അതുപോലെ തന്നെയാവും നമ്മുടെ. ഒരു സംശയമില്ല, യാതൊരു വ്യത്യാസമില്ല. ഒന്ന് അനലൈസ് ചെയ്യൂ. മരണാനന്തരം മനുഷ്യൻ്റെ എസൻസ്, അതായത് സത്ത്, അത് പോവാണല്ലോ മരണം എന്ന് പറയുന്നത്, സെപ്പറേഷൻ. അത് പോയാൽ ജീവൻ വിട്ട ശരീരം എന്ന് വേണമെങ്കിൽ പറയാം. ജീവൻ മാറി കിട്ടിയിട്ടുള്ള ശരീരം പഞ്ചമഹാഭൂതങ്ങളിലേക്ക്, അതാത് അംശത്തിലേക്ക് പോകുന്നു. ഇനി ഓക്കെ, ഈ ശരീരം എന്ന് പറഞ്ഞതിൻ്റെ ഘടന എന്താണെന്ന് ആലോചിക്കൂ. ആദ്യം മനസ്സിലാക്കാവുന്ന ശരീരത്തിൻ്റെ ഘടന എന്താ? ഈ ഭഗവാൻ ഉത്കൃഷ്ടമായ റൂഫ് ആൻഡ് ക്രൗൺ ഓഫ് ക്രിയേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്യുത്കൃഷ്ടമായ ഈ ഒരു ക്രിയേഷൻ, അത്യത്ഭുതമായിട്ടുള്ള ഒരു ക്രിയേഷൻ ശരിയാണ് ഒരു കണക്കിന്. അപ്പോൾ ഈ ഒരു ക്രിയേറ്റഡ് ബോഡി, ഈ ശരീരത്തിൻ്റെ ഈ ജീവൻ്റെ ഘടന എന്തൊക്കെയാണെന്ന് നോക്കുക. എന്തൊക്കെയാണ് ഇതിലുള്ളത്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇതിലുള്ളത് എന്താ? ഭഗവത് ചൈതന്യം. ഹൃദയത്തിൽ ഹൃദയശേ അർജുന തിഷ്ഠതി. നമ്മുടെ ഹൃദയത്തിൽ, എല്ലാവരുടെ ഹൃദയത്തിലും ആ ചേതനയുണ്ട്, ആ ചേതസ്സുണ്ട്, ആ സ്പന്ദനമുണ്ട്. അതൊന്ന്. പിന്നെന്താ ഉള്ളത്? ഈ ചേതന ഈ ശരീരത്തിൽ വന്നതോടുകൂടി നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ഉണ്ടായിരുന്ന ബാക്കി ബാങ്ക് ബാലൻസ് ഉണ്ട്, അത് നമ്മൾ അറിയാണ്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് പോകാൻ. സഞ്ചിത കർമ്മങ്ങൾ എന്നുവെച്ചാൽ സജ്ജീകരിച്ചിട്ടുള്ള കർമ്മങ്ങൾ, നമ്മൾ ഇതേവരെ ചെയ്തു വെച്ചിട്ടുള്ള കർമ്മങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ അറിയാണ്ട് നമ്മുടെ പേർക്ക് ഒരു FDയിൽ അവിടെ കിടപ്പുണ്ട്. അത് വാസന രൂപത്തിലാണ് കിടക്കുന്നത്. അത് ലോക്കറിൽ വെച്ചിരിക്കുക. അത് പുറത്തേക്ക് അങ്ങനെ ആക്കിയിട്ടില്ല. അവിടെ പോയി നോക്കാൻ ആരും ശ്രമിച്ചിട്ടുമില്ല. അപ്പോൾ ആ ലോക്കറിൽ അവിടെ ചെറിയൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് കിടക്കുന്നുണ്ട്, ഇൻ ദ ഫോം ഓഫ് അൺഫുൾഫിൽഡ് ഡിസയേഴ്സ്, അൺഡൈജസ്റ്റഡ് തോട്ട്സ്. എപ്പോഴത്തെ? കഴിഞ്ഞ ജന്മത്തിലത്തെ. എനിക്കതാവാൻ പറ്റിയില്ല, എനിക്കിതാവാൻ പറ്റില്ല, എനിക്ക് അവനെ വേണ്ടായിരുന്നു, എനിക്ക് ഇവനെ വേണ്ടായിരുന്നു, എനിക്ക് അവളുടെ കൂടെ പോകേണ്ടായിരുന്നു, എനിക്ക് ഇവൻ്റെ കൂടെ പോകേണ്ടായിരുന്നു. ഇതൊന്നും നടന്നിട്ടില്ല. അപ്പോഴേക്കും ഫ്യൂസ് ഊരി. അപ്പോൾ ആ ഫ്യൂസ് ഊരിയപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന വാസനകളും മരണസമയത്ത് സ്വാധീനം മനസ്സിനെ ചെലുത്തിയിരുന്ന ആ വാസനകളെല്ലാം കൂട്ടിയിട്ട് സഞ്ചിത കർമ്മങ്ങളായിട്ട് മനുഷ്യൻ്റെ പ്രാരാബ്ധം എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാതെ നമ്മളുടെ പേരിലൊരു ഡെപ്പോസിറ്റ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്, ഒരു FDR കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ. അത് വാസനാരൂപത്തിൽ അൺമാനിഫെസ്റ്റായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങൾ അജ്ഞാനം എന്നൊക്കെ പറയും. കാരണം ഈ അജ്ഞാനം എന്നൊക്കെ പറയണതൊന്നും നമുക്കറിയില്ല. വാസനാരൂപത്തിലാണ് കിടക്കുന്നത്. അത് പിന്നെന്താ ഉണ്ടാവുക? പിന്നെ ജനിച്ചു കഴിഞ്ഞാൽ ഓർമ്മ വശം മുതൽ നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള ഓരോ കർമ്മങ്ങളുടെ റെസിഡ്യുവൽ കർമ്മഫലങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടാത്ത ഫലങ്ങളൊക്കെ അവിടെ സേവിങ്സ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വരും. ക്യാഷ് ഡ്രോ ചെയ്തിട്ട് ചിലവാക്കണതൊക്കെ അപ്പം ചിലവാക്കും. ചെയ്ത കർമ്മത്തിന് ഫലങ്ങൾ കിട്ടി അപ്പം തന്നെ നിന്നെങ്കിൽ അത് കഴിഞ്ഞു, അത് സെറ്റ് ഓഫ് ചെയ്തു. പക്ഷേ എല്ലാ കർമ്മങ്ങൾക്കും നമ്മൾ പണ്ട് കണ്ട പോലെ എല്ലാ കർമ്മങ്ങളും ഒരേ സമയത്ത് അതിന് ഫലം കിട്ടില്ല. ഓരോരോ കർമ്മത്തിനും ഓരോ സമയത്തല്ലേ ഫലം കിട്ടുക. അപ്പോൾ ഈ ഫലം കിട്ടാൻ മെച്യൂരിറ്റി ആവാത്ത പല എമൗണ്ടുകളും ഉണ്ടാവും. അതൊക്കെ സേവിങ്സ് ബാങ്കിൽ ഇട്ടിരിക്കുക. ഫിക്സഡ് ഡെപ്പോസിറ്റ് അവിടെ ഉണ്ട്, അത് തൊട്ടിട്ടില്ല, അത് നമുക്ക് അറിയില്ല. ഈ സേവിങ്സ് ബാങ്കിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് നമുക്ക് അറിയാനുണ്ടെന്ന്. പക്ഷേ എത്രയും നമ്മൾ ആരും നോക്കാറില്ല. നമ്മുടെ വിചാരം ഇതോടുകൂടിയൊക്കെ കഴിഞ്ഞു എന്നാണ്. അല്ല, അവിടെ കിടപ്പുണ്ട്. അത് ആഗമകർമ്മങ്ങൾ. നമ്മൾ
ചെയ്തിട്ട് നമ്മളുടെ നേർക്ക് വന്നിട്ടുള്ള കർമ്മഫലങ്ങൾ, അത് നമ്മുടെ വാസനാ രൂപത്തിൽ കിടപ്പുണ്ട്. കർമ്മഫലങ്ങൾ നമുക്ക് ഉടനെ കിട്ടും. അതൊക്കെ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഈ ജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മഫലങ്ങളാണ് അതൊക്കെ. അപ്പം കഴിഞ്ഞ ജന്മത്തിൽ സ്ഥൂല ശരീരത്തിൽ, സൂക്ഷ്മ ശരീരത്തിൽ ഇതിന് മുമ്പ് ഞാൻ ജന്മമെടുത്ത് മരിച്ചു പോകുന്ന സമയത്ത്, ജീവൻ വിടുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന വാസനകളെല്ലാം സഞ്ചിതകർമ്മമായിട്ട് വാസനാരൂപത്തിൽ എൻ്റെ മനസ്സിലുണ്ട്. അതൊരു പെട്ടി, ഒരു ഭാണ്ഡം. പുതിയൊരു ഭാണ്ഡം ആഗമകർമ്മങ്ങൾ, ഇപ്പം ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ അതെടുക്കണം, അതും വരും, അതുമുണ്ട്. ഇത് രണ്ടും വാസനാ രൂപത്തിലാണ് കിടക്കുന്നത്, സൂക്ഷ്മ രൂപത്തിലാണ് കിടക്കുന്നത്, സ്ഥൂല രൂപത്തിലല്ല. ഇത് രണ്ടും നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാൽ ധാരാളം ഉണ്ട്, ഇനി അൺസീനായിട്ട് കിടക്കുകയാണ്. മനസ്സിലായില്ലേ? പിന്നെയുള്ളത് ഈ ജഡമായിട്ടുള്ള ശരീരം. ഈ ജഡമായിട്ടുള്ള ശരീരം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് 5 elements joined together. 5 എലിമെൻറ്റ്സ്: ആകാശം, വെള്ളം, അഗ്നി, പൃഥ്വി, വായു. ആകാശം മീൻസ് സ്പേസ്, വാട്ടർ, വെള്ളം; ഫയർ, അഗ്നി; പൃഥ്വി, എർത്ത്; വായു, എയർ. ഈ 5 പഞ്ചമഹാഭൂതങ്ങളുടെ ഒരു കോമ്പോസിഷനാണ് നമ്മൾ. അതെന്തിനാണ് ഇങ്ങനെ കോമ്പോസിറ്റായിട്ട് എങ്ങനെയാണ് നിൽക്കുന്നത്? ബിക്കോസ് പ്രാണ എക്സിസ്റ്റഡ്. ആ പ്രാണൻ്റെ ഒരൊറ്റ വില കൊണ്ട് നിൽക്കുകയാണ് ഇവരെല്ലാം ഇങ്ങനെ കമ്പോസ് ചെയ്തിട്ട്. പ്രാണം പോയാലോ ഓൾ ദീസ് പീപ്പിൾ വിൽ ഗെറ്റ് വാട്ട്? ഡീകമ്പോസ്ഡ്. ഇപ്പോൾ കമ്പോസ്ഡാണ്, അത് ഡീകമ്പോസ്ഡ് ആവും. ശരിയല്ല, ആ വാക്ക് എത്ര നല്ലതല്ലേ, ഡീകമ്പോസ്ഡ്. ഡെഡ് ബോഡി ഈസ് ഡീകമ്പോസ്ഡ്. അല്ലേ? അപ്പം മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഈ 3 കാര്യങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? ഒന്ന്, നമ്മൾ അറിയാതെ നമ്മളിൽ കിടക്കുന്ന പൂർവജന്മ വാസനകൾ. 2, ഈ ജന്മത്തിൽ കിട്ടിയിട്ടുള്ള കർമ്മങ്ങളുടെ അനുഭവിക്കാൻ പറ്റാത്ത ഫലങ്ങൾ. ഇത് 2 അൺസീനാണ്. ഇത് 2 നമുക്ക് കാണുന്നില്ല. ഇത് 2 പ്ലസ് നമ്മുടെ ശരീരവും, ഇത് 3 എന്ത് സംഭവിക്കുന്നു നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ? ശരീരം എന്താ സംഭവിക്കാൻ നമുക്കറിയാം, അത് നമുക്ക് പിന്നെ അങ്ങോട്ട് വരാം. ആദ്യത്തെ 2 എന്താവുന്നു? 15-ാം അധ്യായത്തിൽ വളരെ ഭംഗിയായിട്ട് ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. മമേ വംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷ്ടാണീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി ശരീരം യദവാപ്നോതി യച്ചാപ്യുത്ക്രാമതീശ്വര ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. മനസ്സിലായോ? മമേ വംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷ്ടാണി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. എൻ്റെ അംശം തന്നെയായിട്ട് ഭഗവാൻ പറയണം അർജുനോട്, മമേ വംശോ ജീവലോകേ, എൻ്റെ അംശം തന്നെയായും അനാദിയായും ജീവഭൂതനായിട്ട് ഇരിക്കുന്ന ഈ ആത്മപ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന എന്നെ, ഇന്ദ്രിയങ്ങളെയും 6ാമത്തെ ഇന്ദ്രിയമായ മനസ്സിനെയും സംസാരത്തിൽ ഭോഗം അനുഭവിക്കുന്നതിനായി ഞാൻ ആകർഷിക്കണു. എൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ ഇരുന്നും കൊണ്ട് എൻ്റെ ശരീരം സൃഷ്ടിച്ച് ഈ വക ഉപാധികളെല്ലാം എനിക്ക് തന്ന് മമേ വംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃസ്രഷ്ടാണ് ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. ഈ 5 ഇന്ദ്രിയങ്ങളും അതിനെ കമാൻഡ് ചെയ്യാനായിട്ടുള്ളൊരു മനസ്സും
മനഃഷ്ടാണി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന മനസ്സ് ആറാമനായിട്ടും ആണ് ഞാൻ ഘടകം വെച്ചിട്ടുള്ളത്. എൻ്റെ അംശം തന്നെയാണ് ഇതെല്ലാം. അനാദിയാണ്. കഴിഞ്ഞ ജന്മത്തിൽ നിന്നല്ല, എൻ്റെ മുമ്പിലത്തെ എത്രയോ ജന്മങ്ങളുടെ ബാക്കിയുള്ള പാപങ്ങളും ഗുണങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചതിൻ്റെ പാപപുണ്യകർമ്മങ്ങളെല്ലാം കയ്യിലുണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മൾ നടക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ശരീരം യഥവാപ്നോതി. ഇന്ദ്രിയങ്ങൾക്ക് സ്വാമിയായിരിക്കുന്ന ജീവൻ ശരീരം യഥവാപ്നോതി യച്ഛാപ്യുത്ക്രാമതീശ്വര. ഈ ഇന്ദ്രിയങ്ങൾക്കെല്ലാം കമാൻഡറായിരിക്കുന്ന അല്ലെങ്കിൽ ലോർഡ്ഷിപ്പായിരിക്കുന്ന സ്വാമി കർമ്മവശാത് വേറൊരു ശരീരത്തെ എപ്പോൾ പ്രാപിക്കുന്നുവോ അതിന് റെഡി ആയിട്ട് ഇവിടുന്ന് എപ്പോൾ പോകണം, ഇവിടുന്ന് മതിയാക്കി ഇവിടെ താമസം മാറ്റി ഞാൻ ഇവിടുന്ന് പോവാം കേട്ടോ എന്ന് പറഞ്ഞ് കെട്ടും പാടിനൊക്കെ എടുത്ത് പോവും. ആ കെട്ടും പാടിന് ഏത് കെട്ടും പാടിനും എടുക്കേണ്ട അദ്ദേഹം ഇവിടുന്ന് മാറിപ്പോകുമ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരു ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരത്തിലേക്കുള്ള യാത്ര ആയിട്ട് ശരീരം യഥവാപ്നോതി യച്ഛാപ്യുത്ക്രാമതീശ്വര. അപ്പം എന്താ സംഭവിക്കുന്നത്? ഗ്രഹീത്വൈതാനി അംസാദി വായുർഗന്ധാ നിവാശയാത്. അപ്പോൾ ഈ വാസനകളെ, ഏത് വാസനകളെ? ഈ രണ്ട് തരത്തിലുള്ള വാസനകളെ, പൂർവജന്മകൃതം സമ്പാദിച്ചിട്ടുള്ള വാസനകൾ, ഈ ജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ വാസനകൾ, അത് രണ്ടും പുഷ്പങ്ങളിൽ നിന്ന് കാറ്റ് വാസനകളെ എങ്ങനെ ശരീരത്തിൽ നിന്ന് ഒരു പൂവിൽ നിന്ന് മാറ്റുന്നുവോ കാറ്റിൻ്റെ കൂടെ, അതേപോലെ ആ ശരീരത്തിൽ നിന്ന് ജീവൻ ദേഹേന്ദ്രിയങ്ങളെ അതിൻ്റെ അംശം ഗ്രഹിച്ചും കൊണ്ട് പ്രാപിക്കുന്നു. ശരീരം യഥവാപ്നോതി യച്ഛാപ്യുത്ക്രാമതീശ്വര ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാ നിവാശയാ. ആരാ പോകുന്നത്? വായു കൂടെ പ്രാണനാണ് പോകുന്നത്. ആ ജീവാത്മാവാണ് ആ പ്രാണനായിരിക്കുന്ന ജീവാത്മാവാണ് ഈ രണ്ട് വാസനകളെയും, സഞ്ചിതമായിട്ടുള്ള വാസനകളെയും ആഗമമായിട്ടുള്ള വാസനകളെയും കൊണ്ടുപോകുന്നത്. അത് രണ്ടും കൂടി ഒന്നിച്ചത് സ്ഥൂല ശരീരമായിട്ട് മാറുന്നു. ഇതേവരെ സൂക്ഷ്മ ശരീരം ഉണ്ടായിരുന്നു, അതായത് സൂക്ഷ്മമായിരുന്നില്ല. ഇതിപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചായി. മറ്റത് വേറെയായിരുന്നു. മനസ്സിലായി? പൂർവ്വജന്മമായിട്ടുള്ളതെല്ലാം വേറെയായിരുന്നു, വേറൊരു കമ്പാർട്ട്മെൻ്റായിരുന്നു. ഇപ്പം കിട്ടുന്നതൊക്കെ ഫ്രഷ് സ്റ്റോക്കായിരുന്നു. പ്രാണം ഇട്ടപ്പോൾ അത് രണ്ടുമായി, ആ ഒറ്റ കമ്പാർട്ട്മെൻറ്റിലായി. അത് രണ്ടും കൂടിയിട്ട് പിന്നെ സൂക്ഷ്മമായിട്ട് അങ്ങോട്ട് പോയി. വേറൊരു ശരീരം നമ്മൾ എടുക്കുമ്പോൾ, വേറൊരു ജന്മം നമ്മൾ എടുക്കുമ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് ഒരു കെട്ടായിട്ട് വാസനകൾ, അൺഫുൾഫിൽഡ് ഡിസയേഴ്സ് അവിടെ വയ്ക്കും. പിന്നെ ആ ജന്മത്തിൽ കിട്ടുന്നതൊക്കെ വേറെയാവും. അങ്ങനെ കൂട്ടി 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 കൊണ്ടുവരും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് ശരീരം യഥവാപ്നോതി യച്ഛാപ്യുത്ക്രാമതീശ്വര ഗ്രഹീത്വൈതാനി സംയാതി വായുർഗന്ധാ നിവാശയാത്. എന്നംശമീ ജീവലോകം ജീവഭൂതസനാതനം മനസ്സൊത്താറിന്ദ്രിയവും കർഷിപ്പൂ അകർഷിപ്പൂ പ്രകൃതിസ്ഥമായി. മനസ്സൊത്ത 5 ഇന്ദ്രിയങ്ങളും പ്ലസ് മനസ്സ് 6, ഈ 6 ഇന്ദ്രിയങ്ങളും ജീവനിൽ നിലകൊണ്ട് ഇന്ദ്രിയങ്ങളെല്ലാം ആകർഷിക്കുന്നു എന്നർത്ഥം. ശരീരം യഥവാപ്നോതി യച്ഛാപ്യുത്ക്രാമതീശ്വര ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനിവാശയാത്. ദേഹം പോകുമ്പോഴും വിട്ടുപോകുമ്പോഴും അതീശ്വരൻ ഇവയും കൊണ്ടുപോകും ഗന്ധങ്ങളെ കാറ്റുകണക്കിനെ. ഈശ്വരൻ ഈ അസംബ്ലേജിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ, ഭഗവാൻ അല്ലെങ്കിൽ പ്രാണൻ ഈ ശരീരം വിട്ടിട്ട് പോകുമ്പോൾ അദ്ദേഹം എന്തിനെ കൊണ്ടുപോകണം? ഇവയെയും കൊണ്ടുപോകും ഗന്ധങ്ങളെ കാറ്റുകണക്കിനെ. നമുക്ക് കാണാൻ പറ്റില്ല കണ്ണുകൊണ്ട്. അയ്യോ ഇതാ കൊണ്ടുപോകണു, പിടിച്ചു വയ്ക്കാനെ പറയാൻ പറ്റില്ല.
ഒരു പുഷ്പത്തിൻ്റെ ഗന്ധം കാറ്റിങ്ങനെ വീശി അതിൻ്റെ പരിമളം ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അത് നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുമോ? അത് കാറ്റിൻ്റെ കൂടെ അങ്ങനെ പോവില്ലേ? അപ്പോൾ കാറ്റത്ത് ഇത് പോണ പോലെ സൂക്ഷ്മ ശരീരം എല്ലാം തന്നെ ആ പ്രാണൻ്റെ പിന്നാലെ പ്രാണനോട് ഒട്ടിച്ചേർന്ന് ഇങ്ങനെ പോകും. അപ്പോൾ നമ്മളുടെ ഘടനയായിട്ടുള്ള ചൈതന്യം പോയി, പ്രാണൻ പോയി, സഞ്ചിത കർമ്മങ്ങൾ പോയി, ആഗമ കർമ്മങ്ങൾ പോയി, രണ്ടും പോയി. ഇനി എന്താ ബാക്കിയുള്ളത്? ജഡശരീരം മാത്രം ബാക്കിയുണ്ട്. മറ്റു രണ്ടും പോയി. അതിനി ആ വാസനകൾക്കനുസരിച്ച്, പ്രാരാബ്ധങ്ങൾക്കനുസരിച്ച്, നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള പ്രാരാബ്ധങ്ങൾക്കനുസരിച്ച് ജന്മം എടുക്കും. അപ്പം ഇപ്പോൾ പോയത് രണ്ടും ഇവിടുന്ന് പോയി. ബാക്കിയുള്ളത് എന്താ? അത് രണ്ടും ഭഗവാന്റെ അംശമല്ലേ? അത് പോയില്ലേ? ബാക്കിയുള്ള എന്താ? ഭഗവാന്റെ അംശം തന്നെയായിരുന്നു. ഇപ്പോഴും ഭഗവാന്റെ അംശം തന്നെയാണ്. പക്ഷേ കമ്പോസ്റ്റ് ഫോമിലല്ല, ഡീകമ്പോസ്ഡ് ഫോമിലാവും. എങ്ങനെയാണ് ഡീകമ്പോസ് ചെയ്യണം? മരിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ആ മരണപ്പെട്ട ശരീരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര തടിയുള്ള ആളായാലും ചുക്കി ചുളിഞ്ഞ് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പാകത്തിന് ഒരു ചെറിയ മനുഷ്യനായിട്ട് മാറും ഇല്ലേ? എത്ര വലിയ രാക്ഷസനായാലും മരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ചുങ്ങും. എന്താ കാരണം? എന്താ അതിൻ്റെ കാരണം? ആ ശരീരത്തിൽ നിന്ന് എന്താ പോയേ? നീരൊക്കെ വാർന്നു പോയി, ശരീരം ശോഷിച്ചു. ജീവിച്ചിരിക്കുമ്പോഴേ രാക്ഷസനാവുള്ളൂ. അപ്പോൾ കിടക്കുമ്പോൾ ചെറിയ നല്ലൊരാളൊരു ചെറിയ ഒരു 5 അടി 4 അടിയൊക്കെ പൊക്കമുള്ള ഒരാൾ എന്താ എല്ലാ ജീർണതയും പോയി, എല്ലാ നീർക്കെട്ടും പോയി, എല്ലാം അലിഞ്ഞു, ഒതുങ്ങിയ ആളായി. അപ്പോൾ നീരൊക്കെ വാർന്നു പോയി. അല്ലെങ്കിൽ കാലക്രമേണ വാർന്നു പോയിക്കൊണ്ടിരിക്കും. 2 ദിവസത്തിനുള്ള 3 ദിവസത്തിനുള്ള എല്ലാ നീർക്കെട്ടും വാർന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ വെള്ളം പോയോ? വെള്ളം അംശം അഞ്ച് ഭൂതങ്ങളുള്ള വെള്ളത്തിൻ്റെ അംശം പോയോ? പിന്നെന്താ? അഗ്നി, ചൂട്. ശരീരത്തിൽ ആദ്യം തന്നെ മരിച്ചു ഇല്ലയോ നോക്കുക. എങ്ങനെയാ? ചൂടുണ്ടോ എന്നല്ലേ നോക്കുക. തൊട്ട് നോക്കല്ലേ ചെയ്യുക. ചൂടില്ലല്ലോ, തണുത്തില്ലോ. മീനിങ് വാട്ട്? ടെമ്പറേച്ചർ ഹാസ് ബിക്കം നെഗറ്റീവ്. മീനിങ് ചൂട് പോയി. അഗ്നിയുടെ വഴിക്ക് പോയി. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് എന്താ കാര്യം അല്ലേ? വെള്ളത്തിൻ്റെ വഴിക്ക് പോയി, അഗ്നിയുടെ വഴിക്ക് പോയി, വായു ആദ്യമേ പോയി, പ്രാണൻ അതാദ്യം പോയി. അത് പഞ്ചഭൂതത്തിൻ്റെ ഒരു ഭാഗം തന്നെയല്ലേ? അതാദ്യം പോയി. ആ വഴിക്കത് പോയി. അപ്പോൾ എന്തൊക്കെ പോയി ഇപ്പോൾ ശരീരത്തിൽ നിന്ന്? ഏത് പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഏതൊക്കെ പോയി? വായു പോയി, ആദ്യം പോയി. പ്രാണൻ പോയി. രണ്ടാമത് വെള്ളം പോയി. മൂന്നാമത് അഗ്നി പോയി. ഇനി എന്താ ബാക്കിയുള്ളത്? എല്ല്, തോല്, ഇൻറ്റേർണൽ ഓർഗൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ എന്തിൻ്റെ കൂട്ടത്തിൽ പെട്ടതാ? ഭൂമിയുടെ അംശങ്ങളൊക്കെ, എർത്താണ്. അതൊക്കെ അതിനോടുകൂടി ലയിച്ചു പോവും. എല്ല് ദ്രവിച്ച് മണ്ണാവും. കയ്യും കാലിൻ്റെയും മറ്റ് നഖങ്ങളും മറ്റുള്ള തോലുകളും തൊക്കുകളും ഒക്കെ നശിച്ച് മണ്ണായിട്ട് മാറും. ഫ്രം ഡസ്റ്റ് ദ ആർട്ട് ആൻഡ് ഡസ്റ്റ് റിട്ടേണത്ത് വാസ് നോട്ട് സ്പോക്കൺ ഓഫ് ദ സോൾ. സോൾ പോയി. ഇത് റെസിഡ്യുവൽ മാറ്ററാണ് ഈ പറയുന്നത്. ഈ ചൈതന്യമില്ലാത്ത ജഡപദാർത്ഥങ്ങൾ എങ്ങനെയായിരുന്നോ കോമ്പോസിറ്റായിട്ട് നിന്നിരുന്നത്, ആ ജീവൻ പോയപ്പോൾ എങ്ങനെയാണോ ഡീകമ്പോസ് ആയത്, ആ ഡീകമ്പോസ് ആയത് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകും. ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണോ? ഭർത്താവ് മരിച്ച 5 സ്ത്രീകളെന്ന് വിചാരിക്കുക, 5 ഭാര്യമാർ, 5 വിധവകൾ. ഭർത്താവ് പോയി. ഇനിയിപ്പോൾ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കണം? ഞാൻ പോവാ, ഞാൻ എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ അച്ഛനോടേക്ക് പോവാ. അപ്പോൾ വെള്ളത്തിൻ്റെ പാട്ട് പോയി, അഗ്നിയുടെ പാട്ട് പോയി, പൃഥ്വിയുടെ പാട്ട് പോയി, വായുവിൻ്റെ പാട്ട് പോയി. അപ്പം ഇനി ആകാശത്തിന് നിങ്ങളെ പോവാനുള്ളത്. ആകാശത്തിലായിരുന്നില്ലേ ഇവരൊക്കെ നിൽക്കണത്? ഈ 4 നിലകൊള്ളുന്നത് ഒരു സ്പേസിലായിരുന്നില്ലേ? ഒരാളുടെ 6 ഫീറ്റ് ഉള്ള ഒരാളുടെ ആ 6 അടി സ്പേസിലായിരുന്നില്ലേ ഈ നിന്നതൊക്കെ?
ഈ വെള്ളവും അഗ്നിയും പൃഥ്വിയും വായുവൊക്കെ അതിൽ തന്നെയല്ലേ നിന്നുണ്ടായിരുന്നത്. അത് പോയില്ലേ. അത് പോയാൽ പിന്നെ സ്പേസിനോട് ചേർന്നു. ഘടാകാശം എങ്ങനെയാണോ മഠാകാശമായത്, മഠാകാശം എങ്ങനെയാണോ മഹാകാശമായത്, ഈ ശരീരം നിന്നിരുന്ന ആ സ്ഥലം മറ്റു സ്ഥലത്ത് വായുവിലേക്ക് തന്നെ ലയിച്ചു പോയി. ഇപ്പം എന്താ അവിടെ ബാക്കിയുള്ളത്? അപ്പോൾ ചുരുക്കി പറഞ്ഞ് എന്തിനായിരുന്നു ഇതൊക്കെ പറഞ്ഞതെന്നുണ്ടെങ്കിൽ, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ ശരീരം എല്ലാം തന്നെ കരണമല്ല, എല്ലാം കാരണപദാർത്ഥങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ ആ കാരണപദാർത്ഥങ്ങളും എല്ലാം ഭഗവാൻ തന്നെയാണ്. ഭഗവാനിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. ഭഗവാന്റെ സൃഷ്ടിയായ പഞ്ചഭൂതങ്ങളിൽ നിന്ന് എടുത്തുണ്ടാക്കിയതാണ്. അതൊക്കെ ഒരാവശ്യം കഴിഞ്ഞപ്പോൾ അതൊക്കെ കോമ്പോസിറ്റായിട്ട് നിരുന്നത് ഇപ്പോൾ ഇത് ഡീകമ്പോസായിട്ട് അതാത് ദിക്കിലേക്ക് പോയി. അതാത് ഡെസ്റ്റിനേഷൻസ് അവരവരെത്തേണ്ട സ്ഥലത്തേക്ക് അവരവരെത്തിച്ചു. അപ്പം അതുകൊണ്ട് ഭഗവാൻ ഈസ് ബോത്ത് കരണം ആൻഡ് കാരണം. അടുത്തത് കർത്ത. കർത്ത എന്ന് വെച്ചാൽ സ്വതന്ത്രമായി കർമ്മം ചെയ്യുന്നവൻ എന്നർത്ഥം. സ്വതന്ത്രമായിട്ട് കർമ്മം ചെയ്യുന്നവനാണ് കർത്ത. സൃഷ്ടിക്ക് സാമഗ്രികൾ മാത്രം പോരല്ലോ. മാൻ ഷാൽ നോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ എന്നില്ലേ. അപ്പോൾ സാമഗ്രികൾ മാത്രം പോരാ, അത് ഉൽപ്പാദിപ്പിക്കാനുള്ള അറിവ് വേണം, ഒരു നോഹൗ വേണ്ടേ, അത് വേണ്ട. അപ്പോൾ കാരണം മാത്രമായതുകൊണ്ട് സാമഗ്രികൾ മാത്രമേ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. വാട്ട് അബൌട്ട് നോളജ്? അത് ഭഗവാൻ എവിടുന്ന് കിട്ടി? അപ്പോൾ ഒരു പരാശ്രയം കൂടാതെ ഭഗവാൻ വിശ്വത്തെ സൃഷ്ടിക്കുന്നു. സാമഗ്രികളുടെ കാര്യത്തിലായാലും ശരി, അറിവിൻ്റെ കാര്യത്തിലായാലും ശരി. സ്വതന്ത്രത കർത്ത എന്നാണ് പാണിനി മഹർഷി കർത്താവ് എന്നുള്ള വാക്കിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. സ്വാതന്ത്ര്യ കർത്ത, ഒരാളോടും ചോദിക്കാതെ, അന്യൻ്റെ ചൊൽപ്പടിക്ക് അല്ല കർത്താവ് പ്രവർത്തിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. വേറൊരാളുടെ ചൊൽപ്പടിക്കല്ല, വേറൊരാളുടെ ഡയറക്ഷൻ കേട്ടിട്ടല്ല, വേറൊരാളുടെ അഡ്വൈസ് കേട്ടിട്ടല്ല. ആരോടും ചോദിച്ചിട്ടില്ല ഭഗവാൻ. ഒരാവശ്യം ആരോടും ചോദിച്ചിട്ടില്ല. ഇതൊന്ന് ശരിയാവണില്ല, ഒന്ന് ശരിയാക്കി തരുമോ? ഒരാളോടും ചോദിക്കണില്ല. ആരോടും സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്തെല്ലാം വിവിധമായിട്ടുള്ള ക്രിയേഷനാ ലോകത്തിൽ. നോക്കൂ, എവിടെങ്കിലും ആരോടെങ്കിലും ഭഗവാൻ ഒരു സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ കയ്യിലൊരു ജിഗ്സോ പസിൽ കിട്ടട്ടെ, ഇതൊന്ന് ശരിയാക്കി തരുമോ പറഞ്ഞിട്ടൊന്ന് ജിഗ്സോ പസിൽ തരുമോ? കുട്ടികൾ കളിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളോടൊന്ന് ചോദിക്കും, ഇത് എവിടെയാണ് വെക്കേണ്ടത്? എവിടെ വെച്ചാലും ശരിയാവില്ല. ആകപ്പാടെ കുട്ടി വിശർത്ത് അവസാനം വന്ന് അച്ഛനോടോ അമ്മയോടോ ചോദിക്കുക, അമ്മ ഇത് എവിടെ വയ്ക്കുക? ഇത് പിടി കിട്ടണില്ലല്ലോ, ഇങ്ങോട്ട് കൊണ്ടാ, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആ വേണ്ട സ്ഥലത്ത് അമ്മ ഒന്ന് വെച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ അച്ഛനൊന്ന് വെച്ചു കൊടുക്കും, കാണിച്ചു കൊടുക്കും. ഓ അങ്ങനെയാണ് അല്ലേ അച്ഛാ? ആ അങ്ങനെയാണ്, കൊണ്ടൊക്കോ പൊക്കോ അല്ലേ. അപ്പോൾ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ എന്തെല്ലാം ചോദിക്കുന്നുണ്ട് ഒരു പെർഫെക്ഷൻ കിട്ടാനായിട്ട്. ഭഗവാൻ എവിടെ? ഭഗവാന്റെ ഒരു സൃഷ്ടിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ആരോടാ ചോദിച്ചിരിക്കണം? ആരോടാ ചോദിക്കാനുള്ളത്? എത്ര ഡൗട്ട് ഉണ്ടാവും നമുക്ക്, ഹൗ മെനി ഡൗട്ട്സ് വി ഹാവ് ഒരു കാര്യം ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഫാക്ടറി തന്നെ വെച്ച് നോക്കിക്കോളൂ. ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ, ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ എന്തെല്ലാം ഡൗട്ടുകൾ ഉണ്ടാവും, എന്തെല്ലാം രീതിയിലുള്ള സംശയങ്ങൾ നമുക്ക് പൊന്തി വരാം. അതൊക്കെ അപ്പപ്പോൾ ഓരോരുത്തരോട് ചോദിച്ച് അറിയുന്നവരോട് ചോദിച്ച്, എന്നേക്കാൾ അറിയുന്നവരോട് ചോദിച്ച് ഉത്തരം കണ്ടുപിടിച്ച് പോവല്ലേ ചെയ്യുന്നത്. ഭഗവാൻ അങ്ങനെയല്ല. അദ്ദേഹം ഈസ് ഓംനീഷ്യൻറ്റ്, ഓൾ നോളജബിൾ. അറിവിൻ്റെ ഭണ്ഡാരല്ലേ ഭഗവാൻ. സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ എന്നല്ലേ പറയാം. അപ്പം ജ്ഞാനം സ്വരൂപനാണ് ഭഗവാൻ. പിന്നെ അവിടെ ആരോട് എന്ന് ചോദിക്കാനാ? എല്ലാ ജ്ഞാനവും ഈ ജ്ഞാനത്തിൽ നിന്ന് പോയതാ. ഇതാണ് പവർ ഹൗസ്. പിന്നെ ആരോട് ചോദിക്കാനാ? അപ്പോൾ കർത്ത എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ. സച്ചിദാനന്ദം എന്നൊക്കെ പറയില്ലേ, ആ ചിത്ത് എന്ന് പറഞ്ഞ സ്വരൂപമാണ് ഭഗവാൻ. ചിത്ത് ഈസ് നോളജ്.
ആനന്ദ ചിത്സ്വരൂപനായതുകൊണ്ട് ഒരു സംശയത്തിന് ഇടവരില്ല. ഈസ് ഇൻ ഫുൾ കൺട്രോൾ. പൂർണ്ണ നിയന്ത്രണത്തിൽ ഉള്ളവനാണ് ഭഗവാൻ. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം അദ്ദേഹത്തിനുണ്ട്. ഈസ് അണ്ടർ ഫുൾ കൺട്രോൾ ഓഫ് ഹിസ് ജോബ്. അപ്പോൾ ഭഗവാൻ തന്നെയാണ് കർത്ത. സ്വാർത്ഥതയില്ലാത്ത കർമ്മമാണ് ചെയ്യുന്നത്. അപ്പം കർത്തൃത്വ ഭാവമില്ല. കർത്താവേ ഉള്ളൂ, കർത്തൃത്വ ഭാവമില്ല അദ്ദേഹത്തിന്. വെറും കർത്ത, സിംപ്ലി കർത്ത, ജസ്റ്റ് എ ഡൂവർ. നോ ഡൂവർഷിപ്പ്. കപ്പലില്ല, നോ ഡൂവർഷിപ്പ്, ഓൺലി ഡൂവർ. വലിയൊരു വ്യത്യാസമല്ലേ ഇത്? അങ്ങനെ നമ്മളെ സൃഷ്ടിച്ച് യാതൊരു വിധമായിട്ടുള്ള എന്താ പറയേണ്ടത് സ്വന്തം താല്പര്യങ്ങളുമില്ലാതെ, ഒരു കർത്തൃത്വഭാവം ഇല്ലാണ്ട്, ഒരഹങ്കാരവും ഇല്ലാണ്ട്, ഒരു അഹംഭാവവും ഇല്ലാതെ, പൊതു എന്താ പറയുക താല്പര്യാർത്ഥം ലോകാസമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലുള്ള ജനങ്ങൾ എല്ലാ സൃഷ്ടികൾക്കും നന്നായി വരട്ടെ എന്നുള്ള ഒറ്റ പ്രാർത്ഥന കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടി ഭഗവാൻ സൃഷ്ടിച്ചതിൻ്റെ ശേഷം നമുക്ക് കാണിച്ചു തന്നു. ഭഗവാൻ നോക്കൂട്ട, ഇങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്. ഒരു യജ്ഞഭാവത്തോട് കൂടിയിട്ടാണ് നീ കർമ്മം ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഈ ചെയ്ത പോലെ. എനിക്കൊരു സ്വാർത്ഥ താല്പര്യമില്ല. നിങ്ങളൊക്കെ നന്നായിരിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് സ്വാർത്ഥ താല്പര്യമില്ലാതെ ഞാൻ നിങ്ങളെല്ലാവരെയും സൃഷ്ടിച്ചു. ഈ സൃഷ്ടിയിൽ എനിക്കൊരു താല്പര്യമില്ല. ഇവൻ കേമനാവണം, അവൻ എൻജിനീയർ ആവണം, ഇവൻ ഡോക്ടറാവണം, ഇവൻ MBBS പഠിക്കണം, ഒന്നുമില്ല എനിക്ക്. നിങ്ങളെ കൊണ്ട് എനിക്ക് 4 പൈസ വയസ്സുകാലത്ത് കിട്ടുന്നുള്ള ആഗ്രഹം എനിക്കില്ല. അത് വേണ്ട ഇനി എനിക്ക്. അതൊന്നും എനിക്ക് ഒരാഗ്രഹമില്ല. ഐ എം ടെലിങ് യു ഓപ്പൺലി. ഐ ആം ജസ്റ്റ് എ ഡൂവർ ആൻഡ് ഐ ഹാവ് നോ ഡൂവർഷിപ്പ്. എൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. എൻ്റെ കയ്യും കാലൊക്കെ നോക്ക്. ഐ ആം ഫ്രീ. ഇത്രയൊക്കെ സൃഷ്ടി ഞാൻ നടത്തിയില്ലേ? ഐ ആം സ്റ്റിൽ ഫ്രീ. ഐ ഹാവ് നോ എഡ്യൂക്കേഷൻ. ദിസ് ഈസ് ഹൗ യു ഷുഡ് ലിവ് മൈ ഡിയർ ബോയ് എന്ന് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് നമ്മളോട് പറഞ്ഞു തരും ഭഗവാൻ. ഇതൊക്കെ നമ്മൾ കേട്ട് തല മൂക്കും ചെയ്യും, തല ആട്ടും ചെയ്യും. യെസ്, ഐ വിൽ ഡു ഇറ്റ്. ഐ വിൽ ഡു ഇറ്റ്. സഹ യജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഭഗവാൻ യജ്ഞവും സൃഷ്ടിച്ചു കാണിച്ചു കൊടുക്കാൻ. യജ്ഞം എന്ന് പറഞ്ഞാൽ കർമ്മം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ രീതിയിലാണ് യജ്ഞം ചെയ്യേണ്ടത്. യജ്ഞഭാവത്തോടു കൂടി നീ കർമ്മം ചെയ്യ്. നീയും യജ്ഞവും കൈയോട് കൈ കൊടുത്തു പോ. സഹ യജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷിധ്വാ സർവതോത്തിഷ്ട കാമധുക്. നിങ്ങൾ രണ്ടുപേരും ജൈത്രയാത്ര കഴിഞ്ഞ് വരും. യു ആൻഡ് ദി കോപ്പറേറ്റീവ് എൻഡീവർ, യു ആൻഡ് ദ യജ്ഞ. നിങ്ങൾ രണ്ടുപേരും കയ്യോട് കൈ കോർത്ത് പോയിട്ട് ലോകം മുഴുവൻ ജയിച്ചു വരും. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടട്ടെ. കാമധേനു ആവട്ടെ ഈ ലോകം മുഴുവൻ. നിങ്ങൾക്ക് എന്തൊരു അനുഗ്രഹ. ബ്ലെസ്ഡ് ചിൽഡ്രൻ ഓഫ് ദ ഇമ്മോർട്ടൽ സെൽഫ് എന്ന് പറയുന്നത് വെറുതെ ഇല്ല. എന്തൊരു അനുഗ്രഹപൂർവ്വം നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ ഈ ചെയ്ത പോലെ ചെയ്യുക മോളെ കാര്യങ്ങൾ, അല്ലെങ്കിൽ മോനെ കാര്യങ്ങൾ. ഇങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്, ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. സ്വാർത്ഥത പാടില്ല. ഒരു ദുഷ്ടചിന്തകളും നിൻ്റെ മനസ്സിൽ വരാൻ പാടില്ല. കർമ്മം ചെയ്യുമ്പോൾ നിൻ്റെ മുന്നിൽ വന്ന് കാണിച്ചത് വന്ന് വീണിട്ടുള്ള കർമ്മം എങ്ങനെയാണോ അതിൻ്റെ ധർമ്മം അനുസരിച്ച് നീ കർമ്മം ചെയ്തു പോ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതെങ്ങനെ വേണം? യജ്ഞഭാവത്തോടു കൂടി വേണം. നിന്നെ ഞാൻ സൃഷ്ടിച്ച പോലെ ആ ഭാവത്തോടു കൂടിയിട്ട് അഹംഭാവമില്ലാതെ കർമ്മം ചെയ്യുക. നോ ഡൂവർഷിപ്പ്. കർത്തൃത്വഭാവം ഇല്ല. കർത്തൃത്വഭാവം ഇല്ലെങ്കിൽ ഭോക്തൃത്വഭാവം ഉണ്ടാവില്ല. അത് ഭഗവാന് നല്ലോണം അറിയാം. അത് പിന്നെ പറയേണ്ട കാര്യമില്ല. ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഭഗവാൻ ടാട്ടയും പറഞ്ഞു പോകുന്നു. ഒരാൾ എൻ്റെ ഉള്ളിലിരിക്കേണ്ടതെന്ന് അവൻ മനസ്സിലാക്കിയില്ല. നമ്മുടെ കൂടെ ഭഗവാൻ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അവൻ വിചാരിച്ചു ഭഗവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് മറഞ്ഞു പോയി എന്ന് വിചാരിച്ചു. അതറിഞ്ഞില്ല അവൻ. ഹൃദ്ദേശേ അർജുന തിഷ്ഠതി, അതറിഞ്ഞില്ല. പുറത്ത് വന്ന് നോക്കിയപ്പോൾ അവൻ്റെ ഭാവമൊക്കെ മാറിയില്ല. അവൻ രാക്ഷസനായി.
പിന്നെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എന്തായി? സെൽഫിഷ് മോട്ടീവ്, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അഹങ്കാരേ ഭാവം കെടു വന്നു. കർമ്മം ചെയ്യുന്നു എന്നുള്ളൊരു ഭാവം വന്നു. എന്ത് ഭാവം വന്നേ? അഹംഭാവം. ഞാനാണ് ഈ കർമ്മമൊക്കെ ചെയ്യുന്നത്. എന്ത്? പിന്നിലൊരാളിരിക്കുന്നുണ്ട്, ആ ഗുഹയിലൊരാൾ ചെന്നിരിക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തതാ 2-3 മാസം മുമ്പേ വേറെ സ്ഥലത്ത് വെച്ചിട്ട്, നമ്മുടെ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് പറഞ്ഞൊക്കെ മനസ്സിലാക്കി കൊടുത്തതാ. ഇവിടെ വന്ന് വീണപ്പോഴേക്കും ആളാകെ മാറിയില്ലേ? സ്വഭാവം മാറിയില്ലേ? ഈ മണ്ണിൽ കാല് കുത്തിയോട് കൂടി അവൻ്റെ അധപതനായി. ഈ മനുഷ്യജീവി, ഇങ്ങനെ ഒരു നികൃഷ്ട ജീവി ഉണ്ടോ? ആലോചിച്ച് നോക്കൂ. ഇത്ര നല്ലൊരു കർമ്മ പദ്ധതി ഭഗവാൻ നമ്മളുടെ കയ്യിൽ തന്നിട്ട്, അത് നമ്മളുടെ കയ്യിൽ അങ്ങോട്ട് കിട്ടിയപ്പോൾ ആ കർമ്മത്തിനെ ക്രീഡയാക്കി മാറ്റാനുള്ള ഒരു പ്രക്രിയയാണ് ഭഗവാൻ പറഞ്ഞത്. നീ ഒരു ക്രീഡഭാവത്തോടു കൂടി കർമ്മം ചെയ്യേ. ഇറ്റ് ഈസ് എ പ്ലേ. ഈ പ്ലേ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ അത് ഫൗൾ പ്ലേ ആയി. അതിന് മണം വരാൻ തുടങ്ങി. സ്റ്റിങ്ക്, മണല്ല, അതിന് ദുർവാസന വരാൻ തുടങ്ങി ചെയ്യുന്ന ഓരോ കർമ്മത്തിനും. ഇറ്റ് ഈസ് നൗ സ്റ്റിങ്കിങ്. എവറി ആക്ഷൻ ഓഫ് അവേഴ്സ് ഇസ് സ്റ്റിങ്കിങ് ബിക്കോസ് ഇറ്റ് ഈസ് സെൽഫിഷ്. സെൽഫിഷ് അല്ല, സെൽഫിഷ് ആയി. സെൽഫ് ഇഷ്. സെൽഫ് മീൻസ് ക്യാപിറ്റൽ എസ്. ആ സെൽഫ്. അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കർമ്മത്തോടു കൂടി ആ സെൽഫ് പറഞ്ഞിരിക്കുന്ന കർമ്മമല്ല നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് സെൽഫിഷ് കർമ്മ. എസ് ക്യാപിറ്റൽ. ആത്മീയതയോട് കൂടിയിട്ടുള്ള കർമ്മം, യജ്ഞമനോഭാവത്തോട് കൂടിയിട്ടുള്ള കർമ്മം, സെൽഫിഷ്. എസ് വലിയ ക്യാപിറ്റൽ. സെൽഫ് -ISH, സെൽഫിഷ്. നമ്മൾ ചെയ്യുന്നത് ക്യാപിറ്റലൊന്നുമില്ല, ചെറിയ എസ്, സെൽഫിഷ്, ഒറ്റ വാക്ക്. അപ്പോൾ സെൽഫിഷ് എന്ന് എവിടെയൊക്കെ വരുന്നുണ്ടോ? മണക്കാണ്ടിരിക്കുമോ? വാസന കേൾക്കാണ്ടിരിക്കുമോ? ഫിഷിൻ്റെ സെൽഫ് പോയി, ഇപ്പോൾ ഫിഷ് മാത്രമായി. ആ ഉള്ളിലിരിക്കുന്ന സെൽഫിനെയൊക്കെ നമ്മൾ മറന്നു. അതൊന്നും ഇല്ലയെന്ന വിചാരം. അവിടെ ആരുമില്ല. നമുക്ക് നമ്മുടെ താന്തോന്നിയായിട്ട് ഇങ്ങനെ കളിച്ച് നടക്കാം. നമുക്ക് അറിയില്ല കൂട്ടാ, എന്നിട്ട് സൂക്ഷ്മ ശരീരത്തിലേക്ക് എന്തൊക്കെയാ പോകണമെന്നുള്ളത്, ഈ ചെയ്ത അക്കൗണ്ടൊക്കെ. അപ്പം മനുഷ്യൻ്റെ കയ്യിൽ ആ ജീവിതം അങ്ങോട്ട് കിട്ടിയപ്പോൾ, ആ കർമ്മം എന്ന് പറഞ്ഞിട്ടുള്ള അത്ര ദിവ്യമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പ്രസൻറ്റേഷൻ, ഒരു ഗിഫ്റ്റ് ഭഗവാൻ നമുക്ക് തന്നപ്പോൾ അതിനെ നമ്മൾ കൊണ്ട് കുട്ടിച്ചോറാക്കി എന്താ പറയുക, ചളിക്കുണ്ടിലിട്ട് പെരട്ടി ഇങ്ങനെ യന്ത്രയാൻ്റെ മുകളിൽ ഇങ്ങനെ നടക്കുക. മംഗളകരമായിട്ടുള്ള കർമ്മം നമ്മളുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്നപ്പോൾ അതിനൊക്കെ അവങ്ങളാക്കി അങ്ങോട്ട് മാറ്റി. ഇതെന്ത് ഒരു നശീകരണ കപ്പലോ? ഭഗവാൻ പറഞ്ഞ പോലെ അതേ വഴിക്ക് അങ്ങോട്ട് ചെയ്തു വന്നാൽ മതി. എത്ര സുഗമമായിട്ട് പോയി ഈ ലോകം. ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ യജ്ഞഭാവത്തോടുകൂടി എല്ലാവരും കർമ്മം ചെയ്ത് എല്ലാവർക്കും എന്തൊക്കെ സാധനങ്ങൾ വേണോ അതിനുള്ള വിഭവങ്ങളെല്ലാം ഭഗവാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്തിൻ്റെ കുറവായി ലോകത്തിൽ നമുക്ക്? കർത്തൃത്വഭാവവും ഭോക്തൃത്വഭാവവും ഇല്ലാതെ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ആസ്വദിക്കാൻ എന്താ ഇല്ലാത്തത്? എന്ത് സുഖം നിങ്ങൾക്ക് പിന്നെ ഇവിടെ കിട്ടാത്തത്? എല്ലാം ഉണ്ടല്ലോ നമുക്ക്. പക്ഷെ അതൊന്നും നമ്മൾ കൈക്കൊള്ളാൻ തയ്യാറായില്ല. കർത്തൃത്വഭാവവും ഭോക്തൃത്വഭാവവും ഇല്ലാതെ നമ്മൾ കർമ്മം ചെയ്യില്ല. അപ്പം ആ ചെയിൻ നമ്മൾ ബ്രേക്ക് ചെയ്തു. വി ആർ ബ്രേക്കിംഗ് ദ ചെയിൻ. അത് ഇപ്പോഴത്തെ ഒരു മോഡേൺ ട്രെൻഡല്ലേ, കോവിഡ് ട്രെൻഡല്ലേ ഇത്, ബ്രേക്ക് ദ ചെയിൻ. അപ്പോൾ ആ പരമ്പര നമ്മൾ വെട്ടിക്കളഞ്ഞു. ഭഗവാനാക്കി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പരമ്പര കർത്ത എന്ന് പറഞ്ഞാൽ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല. കർത്തൃത്വഭാവം, അഹംഭാവം ഇതൊക്കെ വന്നു ചേർന്നു. അപ്പോൾ നാച്ചുറലി ദ പ്ലേ ഹാസ് ബിക്കം എ ഫൗൾ പ്ലേ. കളി കൊണ്ട് കളി വഷളായ കളി, വൃത്തികെട്ട കളിയായി മാറി. ഇതിപ്പോൾ ഓരോരുത്തരുടെ അടുത്ത് പോകുമ്പോഴും സാനിറ്റൈസർ വേണം, മണക്കും. ഓരോരുത്തരുടെ ഉള്ളുകളിൽ എറിഞ്ഞാൽ ഓരോരുത്തരുടെ ആ സഞ്ചിതാഗമ കർമ്മങ്ങളുടെ ആ സെറ്റിൽ ഫോമിലുള്ള അവരുടെ ബയോഡാറ്റ ഒന്ന് എടുത്ത് നോക്കൂ.
എന്തൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന്. അങ്ങനെയുള്ള നീചവാസനകളൊക്കെ ആവശ്യമില്ലാണ്ട് വന്നുകൂടി അല്ലേ? അപ്പം ഇപ്പം പറയും മനുഷ്യൻ റൂഫ് ആൻഡ് ക്രൗൺ ഓഫ് ക്രിയേഷൻ എന്നൊക്കെ പറയുന്നതാണോ ശരി? അതോ ദി വേസ്റ്റ് കൈൻഡ് ഓഫ് ഇറ്റ്സ് ക്രിയേഷൻ എന്ന് പറയുന്നതാണോ ശരി? രണ്ട് രീതിയിൽ മനുഷ്യന് പ്രവർത്തിച്ചൂടെ? നല്ല കുട്ടിയായിട്ട് നടന്നൂടെ? ഒരു എന്താ പറയുക, കുരുത്തം കെട്ടവനായിട്ട് നടന്നൂടെ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ കുരുത്തം കെട്ടവനായിട്ട് നടക്കാൻ പുറപ്പെടുന്നത്? അതിലാണോ സുഖം? ആലോചിച്ചു. അതിൽ സുഖം കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, പെർമനൻ്റ് സുഖം അതിൽ കിട്ടുന്നുണ്ട് കുരുത്തം കെട്ടവനായിട്ട് നടന്നാൽ, ഓക്കെ, ഗോ ഹെഡ്. കിട്ടുന്നില്ലല്ലോ, കിട്ടിയിട്ടില്ലല്ലോ ആർക്കും ഇതേവരെ. വൃത്തികെട്ടവനായിട്ടും കുരുത്തക്കെട്ടവനായിട്ടും നടന്നിട്ട് ആർക്കെങ്കിലും മനഃശാന്തി കിട്ടിയിട്ടുണ്ടോ? പറയൂ. കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ആ വഴിക്ക് വരാൻ തയ്യാറാണ്. നമുക്ക് മനഃശാന്തി ആവശ്യം. കർത്തൃത്വഭാവം ഭോക്തൃത്വഭാവമായിട്ട് നമ്മൾ യോഗം ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശാശ്വത സുഖം കിട്ടും. ഓൾറെഡി ബിയർ വിത്ത് യു. കിട്ടുന്നില്ലല്ലോ. ഒക്കെ പെർമനൻ്റ് അല്ലല്ലോ, ഒന്നും പെർമനൻ്റ് അല്ലല്ലോ. നേരെ മറിച്ച് ഇപ്പുറത്ത് ശാശ്വതമായിട്ടുള്ള സുഖം കിടക്കല്ലേ. ഒരു കർത്തൃത്വ ഭാവമില്ല, ഒരു ഭോക്തൃത്വ ഭാവമില്ല. നോ ബേർഡൻ, നോ ഹെഡ് ഏക്ക്, ലെസ് ലഗേജ്, കംഫർട്ടബിൾ ജേർണി. ഇതൊരു സുഖ. കർത്ത എന്ന് മാത്രമുള്ള ടൈറ്റിൽ വെച്ചാൽ പോരെ. എന്തിനാ ഈ കർത്തൃത്വഭാവം, അഹംഭാവം, ഈ ഭാവം വയ്ക്കണം എന്തിനാ? എന്തുതന്നെയായാലും പോട്ടെ. ഇതാ പറഞ്ഞത് ഭഗവാന്റെ മായ എന്ന്. ഭഗവാൻ തന്നെ പറഞ്ഞത് നമ്മളോട്. അങ്ങനെ നരുത് മക്കളെ, ഇല്ല. പുറത്ത് വന്നു, പിടികൂടി, യക്ഷി പിടികൂടി, കാമക്രോധ ലോകമോഹമത മത്സരങ്ങൾ പിടികൂടി, അതിൽ പെട്ടു. പുറത്ത് കിടക്കാനും പറ്റില്ല. ഇതാണ് നമ്മുടെ ജീവിത ശൈലി. പക്ഷെ ഒരു ഗുണമുണ്ട് ഭഗവാൻ തന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും. എത്ര വൃത്തികേടായിട്ട് നടന്നാലും വൃത്തിയാവണം എന്നങ്ങോട്ട് ഈ മനസ്സ് ഈ നേരം കൊണ്ട് അങ്ങോട്ട് വിചാരിച്ചാൽ ഈ നേരം കൊണ്ട് കൂട്ടനെ അങ്ങോട്ട് വൃത്തിയാവും നമ്മൾ. യാതൊരു സംശയമില്ല. അതിനുള്ള സഹായങ്ങളൊക്കെ ഭഗവാൻ ചെയ്തു തരും. നമ്മളൊന്ന് വിചാരിക്കണം. യു ഷുഡ് ബി ഡിറ്റർമിൻഡ് ടു ബിക്കം എ ഗുഡ് ബോയ്. ദെൻ യു ആർ വൺ. ആരാ വിചാരിക്കുക? പണ്ടത്തെ കാരണവർ പറഞ്ഞ പോലെ ഏവട്ടെ അല്ലേ? അപ്പം അതാണ് എനിവേ കർത്ത എന്നുള്ള നാമം. കർത്ത മീൻ സ്വതന്ത്രമായി കർമ്മം ചെയ്യുന്നവൻ, അന്യാശ്രയമില്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്നവൻ, കർത്തൃത്വഭാവമില്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്നവൻ. കർത്തൃത്വഭാവം ഇല്ലെങ്കിൽ ഭോക്തൃത്വഭാവം ഉണ്ടാവില്ല. അതാണ് കർത്ത എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം. ബാക്കി ഉള്ള നാമം, അടുത്ത നാമം നമുക്ക് നാളെ കാണാം. അതുവരെ ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ.